തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരികയാണ്. തലസ്ഥാന ജില്ലയിൽ NDA മുന്നണി അഥവാ BJP മുന്നണി കനത്ത മുന്നേറ്റത്തിലേക്ക് നീങ്ങുകയാണ്. LDF-നും UDF-നും കനത്ത പരാജയം എന്ന് പറയാൻ കഴിയില്ല എങ്കിലും UDF-നും മികച്ച മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയാക്കി മുന്നോട്ട് വന്നതിൽ കഴിഞ്ഞ നിലയിൽ നിന്നും UDF-ന് വലിയൊരു മുന്നേറ്റം മുന്നോട്ട് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. BJP ആണ് തലസ്ഥാനത്ത് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നതെന്നറിയുന്നു. തലസ്ഥാനത്തെ ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ മുന്നിൽ നിന്നും ജനാഭിപ്രായങ്ങളിലേക്ക്. ചരിത്ര വിജയമാണ്. 30 വർഷത്തെ കുത്തകയാണ് നമ്മളെ തകർത്തിരിക്കുന്നത്. വാട്ടിന്റെ വൻ വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതാണ് മണിയേണ്ടത്. ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ നിലവിലെ അവസ്ഥ അനുസരിച്ച് ഏത് മുന്നണിക്കാണ് മുൻതൂക്കം എന്ന് പറയാം? ഇതുവരെ അറിഞ്ഞിട്ടില്ല. നമ്മുടെ ഈ പഞ്ചായത്തിന്റെ കണക്ക് അനുസരിച്ചാണെങ്കിൽ ഇപ്പോ BJP-ക്കാണ് ഇവിടെ മുൻതൂക്കം. തിരുവനന്തപുരം കോർപ്പറേഷനിലും BJP വലിയ മുന്നേറ്റം നടത്തുകയാണ്. അപ്പൊ അവിടെയും BJP-ക്ക് അധികാരത്തിലെത്തുന്ന പ്രതീക്ഷയുണ്ടോ? ചാൻസ് അവിടെയാണ്. LDF സ്ഥിരമായി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കോർപ്പറേഷനാണ്. തീർച്ചയായും ആ കോർപ്പറേഷനിൽ LDF ഇത്രയും താഴോട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് പറയാമോ? കാര്യം ശബരിമല അയ്യപ്പനെ തൊട്ട് കളിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് പൊതുവിൽ പറയുന്നത്. വിശ്വാസങ്ങളിൽ തൊട്ട് കളിച്ചു എന്നുള്ളതാണ് അല്ലേ? അപ്പൊ ഇതൊരു മുന്നേറ്റം ഉണ്ടായി. ഇതൊരു വിശ്വാസികളുടെ വിജയമാണ്. ആർക്കാണ് ശരിക്കും മുൻതൂക്കം ഉള്ളത്? ഇപ്പൊ അങ്ങനെ ചോദിച്ചാൽ പറയാൻ കഴിയില്ല അല്ലേ? എങ്കിലും ഈ ശബരിമല വിഷയമൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടോ? 100% ഉള്ളതാണ്. അതിന്റെ ഒരു ഇതാണ് ഇപ്പൊ കാണുന്നത്. LDF-നേറ്റ ഈ കനത്ത പരാജയം ശബരിമല വിഷയമാണോ? തീർച്ചയായിട്ടും തന്നെയാണ്. ഉറപ്പാണല്ലേ? മാറന്നല്ലൂർ പഞ്ചായത്തിലെ ഏത് വാർഡാണ്? നോർത്തിലാണ്. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട്? 130 വോട്ട്. മാറന്നല്ലൂർ നിലവിൽ ഏത് പാർട്ടിയാണ് ഭരിച്ചോണ്ടിരുന്നത്? LDF തന്നെയാണ്. LDF-ന് എത്ര ഭൂരിപക്ഷം ഉണ്ട്? 8 വാർഡ്. നിലവിൽ എത്ര വാർഡുണ്ട് ഇവിടെ? 22 വാർഡ്. വീണ്ടും ഭരണം കിട്ടുമോ? സാധ്യതയില്ല. BJP-ക്കാണ് ഭരണം. മാഡത്തിന് എത്ര ഭൂരിപക്ഷം ഉണ്ടായിരുന്നു? 130 വോട്ട്. നല്ല മത്സരമായിരുന്നു അവിടെ. എന്തായിരുന്നു? പേരെന്തോ? ഏത് വാർഡിലാണ്? മാറന്നല്ലൂർ നോർത്ത്. ചേട്ടാ, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവില് കേരളത്തിൽ ആർക്കാണ് മുൻതൂക്കം എന്ന് പറയാമോ? ഇപ്പം നിലവിൽ ഞങ്ങൾ അറിഞ്ഞിടത്തോളം BJP-ക്കാണ് മുൻതൂക്കം കാണുന്നത്. പിന്നെ UDF-നും മുൻതൂക്കമാണ്. UDF നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. തിരുവനന്തപുരത്തൊക്കെ ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ശക്തമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചു. എങ്കിലും BJP-ക്കാണ് മുൻതൂക്കം ലഭിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. പക്ഷെ അത് അതിനകത്ത് ഭരണവിരുദ്ധ പ്രകടനം ജനങ്ങളുടെ മനസ്സിൽ കൊണ്ടു എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ട്. അപ്പൊ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതൊന്നും ജനങ്ങൾ ഏറ്റിട്ടില്ല. 1600-2000 രൂപയാക്കി 2500 കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കൊടുത്തിരുന്നാലും ഈ ശബരിമല വിഷയം ഇത്രയും കത്തി നിൽക്കുന്ന സാഹചര്യത്തില് ഭരണം ഇടതുപക്ഷത്തിന് അനുകൂലമാവും എന്നുള്ള പ്രതീക്ഷയില്ല. ഇല്ല. അപ്പോ വരുന്ന നിയമസഭയിലും അവർ അത് പ്രതീക്ഷിക്കണ്ട. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് പ്രതീക്ഷ വേണ്ട. മൂന്നാം ഭരണം പ്രതീക്ഷ വേണ്ട. UDF-നാണ് സാധ്യതയോ? അതെ, UDF-നാണ് സാധ്യത. UDF-നൊന്നും മാത്രമല്ല BJP സീറ്റും പിടിക്കും. BJP അത്യാവശ്യം സീറ്റ് പിടിക്കും. വിശ്വാസ പ്രശ്നം BJP UDF മുന്നണികൾ ശക്തമായി ഉപയോഗിച്ചു എന്ന് കരുതാം. അതെ, തീർച്ചയായിട്ടും. അതിനകത്ത് തിരുവനന്തപുരത്ത് K. മുരളീധരൻ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ കോർപ്പറേഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തത്. പക്ഷെ നമുക്കതിനകത്ത് പ്രതീക്ഷിച്ച അത്രയും സീറ്റ് കിട്ടിയില്ല എന്നുള്ള ഒരു സത്യമുണ്ട്. സത്യം എപ്പോഴും സത്യം തന്നെയാണ്. ശരിക്കും UDF നല്ലൊരു മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങള് ഏകദേശം ഒരു 50 സീറ്റിന് അടുപ്പിച്ചൊരു എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ ശബരിമല വിഷയം ശരിക്കും പറഞ്ഞാൽ അത് BJP-ക്ക് അനുകൂലമായി. നമ്മുടെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ റിസൾട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ സ്ഥാനാർത്ഥിയാണല്ലോ. എവിടെയാണ്? കല്ലൂർ പഞ്ചായത്ത് കാക്കാമൂല 21-ാം വാർഡിൽ. ഏത് മുന്നണിയുടെയാണ്? LDF മുന്നണിയാണ്. അപ്പൊ നിലവിൽ ഈ സ്ഥാനാർത്ഥികളുടെ ഒക്കെ വോട്ടിങ്ങിന്റെ അവരുടെ വിജയവും പ്രതീക്ഷിച്ച് പലരും ഇവിടെ നിൽപ്പുണ്ട്. വോട്ടിങ്ങിന്റെ നിലവാരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്ത് നിലവിൽ വലിയൊരു മുന്നേറ്റം LDF-ന് പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ള ഒരു വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ LDF-ന് ഇങ്ങനെ ഒരു
മുന്നേറ്റത്തിന് വിഘാതമായത് എന്താണെന്ന് പറയാമോ? ശബരിമല വിഷയമൊക്കെ ശരിക്കും LDF-ന് ഫേവറായിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ റിസൾട്ട് നോക്കി നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പറയാം. റിസൾട്ടിനെ പ്രതീക്ഷിക്കുകയാണ്. റിസൾട്ട് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്.